2026 കേരള നിയമസഭാ തെരഞ്ഞെടുപ്പ് സർവേയുടെ മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം. കഴിഞ്ഞ ദിവസങ്ങളിൽ ആയി തിരുവനന്തപുരം, കൊല്ലം, പത്തനംതിട്ട, ആലപ്പുഴ ജില്ലകളുടെ ഫലങ്ങൾ നമ്മൾ പുറത്തുവിട്ടിരുന്നു. അതിൽ നിന്നായി LDF 18 സീറ്റും UDF 19 സീറ്റും BJP സഖ്യം 2 സീറ്റുമാണ് ലഭിച്ചത്. ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ പുറത്തുവിടുന്നത് 2 ജില്ലകളുടെ സർവേ ഫലങ്ങളാണ്. നമ്മൾക്ക് ആദ്യത്തെ മണ്ഡലം നോക്കാം. പൂഞ്ഞാർ UDF സെബാസ്റ്റ്യനിലൂടെ തിരിച്ചുപിടിക്കും. ത്രികോണ മത്സരം നടന്ന മണ്ഡലത്തിൽ PC ജോർജ് 3ാം സ്ഥാനത്തേക്ക് പിന്തള്ളപ്പെടും. കാഞ്ഞിരപ്പള്ളിയിൽ LDF UDF തമ്മിൽ ഇഞ്ചോടിഞ്ച് പോരാട്ടം. ജയരാജിന് നേരിയ മേൽകൈ ഉണ്ടെന്നും സർവേ സൂചിപ്പിക്കുന്നു. ചങ്ങനാശ്ശേരിയിലും LDF UDF തമ്മിൽ ഇഞ്ചോടിഞ്ച് പോരാട്ടമാണ്. വിനു ജോബിന് നേരിയ മേൽകൈ ഉണ്ടെന്നും സർവേ സൂചിപ്പിക്കുന്നു. പുതുപ്പള്ളി UDF കോട്ട തന്നെ. ചാണ്ടി ഉമ്മന് വൻ ഭൂരിപക്ഷം ഉണ്ടെന്നാണ് സർവേ പ്രവചിക്കുന്നത്. കോട്ടയത്തും മാറ്റമൊന്നും ഇല്ല, UDF തന്നെ തുടരും. തിരുവഞ്ചൂരിന്റെ ഭൂരിപക്ഷം കുറയാൻ സാധ്യത മാത്രം കാണുന്നു. ഏറ്റുമാനൂരിലും UDF LDF തമ്മിൽ ശക്തമായ പോരാട്ടം ആണെന്ന് പ്രവചനം. ടൈറ്റ് ഫൈറ്റ് നടക്കുന്ന മണ്ഡലത്തിൽ നാട്ടകം സുരേഷിന് നേരിയ മേൽകൈ. വൈക്കം ജില്ലയിലെ ഇടതുകോട്ട ആയി തുടരും. പ്രദീപിന് ഭൂരിപക്ഷം കുറയാൻ മാത്രം സാധ്യത. കടുത്തുരുത്തി UDF നിലനിർത്തും. മോൻസ് ജോസഫ് സുരക്ഷിതമായ ഭൂരിപക്ഷത്തോടെ വിജയിക്കും. ത്രികോണ മത്സരം നടക്കുന്ന പാലായിൽ LDF UDF തമ്മിൽ ഇഞ്ചോടിഞ്ച് മത്സരം എന്നാണ് സർവേ സൂചിപ്പിക്കുന്നത്. BJP നേടുന്ന വോട്ടുകൾ നിർണായകമായ മണ്ഡലത്തിൽ നേരിയ മേൽകൈ മാണി സി കാപ്പൻ ഉണ്ടെന്നും സൂചന. 9 സീറ്റുള്ള കോട്ടയത്തെ ഫലം പുറത്തു വരുമ്പോൾ LDFന് 1 മുതൽ 5 സീറ്റും UDFന് 4 മുതൽ 8 സീറ്റുകൾ വരെ ആണ് പ്രവചിക്കുന്നത്. അവസാന വട്ട കണക്കുകളിൽ LDFന് 2ഉം UDF 7ഉം എന്നാണ് സർവേ പറയുന്നത്. അടുത്തതായി നമ്മൾക്ക് ഇടുക്കി ജില്ലയിലെ കണക്കുകൾ നോക്കാം. പീരുമേട്ടിൽ UDF അട്ടിമറി വിജയം നേടുമെന്നാണ് സർവേ പറയുന്നത്. സിറിയക് തോമസിന് വ്യക്തമായ ഭൂരിപക്ഷം ലഭിക്കും എന്ന് സൂചന. ഇടുക്കി മണ്ഡലത്തിലും അട്ടിമറി സാധ്യത. റോയ് കെ പൗലോസ് മണ്ഡലം UDFന് ആയി തിരിച്ചുപിടിക്കും എന്നാണ് സർവേ വിലയിരുത്തൽ. തൊടുപുഴ UDF കോട്ട ആയി തന്നെ തുടരും. അബു ജോസഫ് സുരക്ഷിതമായ ഭൂരിപക്ഷത്തോടെ വിജയിക്കും എന്നാണ് സർവേ റിപ്പോർട്ട്. ഉടുമ്പൻചോലയിൽ അപ്രതീക്ഷിതമായി ടൈറ്റ് ഫൈറ്റ് ആണ് നടക്കുന്നത് എന്ന് സർവേ പറയും. ജയചന്ദ്രൻ നേരിയ മേൽകൈ ഉണ്ടെന്നും സൂചന. ദേവികുളത്തും ടൈറ്റ് ഫൈറ്റ് ആണ് നടക്കുന്നത് എന്ന് സർവേ പറയുന്നു. UDFന്റെ F രാജക്ക് നേരിയ മേൽകൈ പ്രവചിക്കുന്നു. ഇടുക്കിയിലെ ആകെ 5 മണ്ഡലങ്ങളിലെ സർവേ ഫലങ്ങൾ വരുമ്പോൾ LDFന് 0 മുതൽ 2 സീറ്റും UDFന് 3 മുതൽ 5 സീറ്റും ലഭിക്കും. അവസാന വട്ട കണക്കുകളിൽ നിന്നായി LDF 1ഉം UDF 4ഉം എന്നാണ് സർവേ സൂചിപ്പിക്കുന്നത്. ഇന്ന് പുറത്ത് വിട്ട ഫലങ്ങളിൽ കോട്ടയം, ഇടുക്കി ജില്ലകളിൽ ആയി LDFന് 3 വീതം സീറ്റുകൾ നഷ്ടം സംഭവിക്കും എന്നാണ് വിലയിരുത്തൽ. ആകെ 6 ജില്ലകളിലെ സർവേ ഫലം പ്രഖ്യാപിച്ചു കഴിയുമ്പോൾ LDF 16 മുതൽ 29 സീറ്റും UDF 22 മുതൽ 34 സീറ്റും BJP സഖ്യം 2 മുതൽ 3 സീറ്റും നേടും എന്നാണ് പ്രവചനം. ഞങ്ങളുടെ അവസാന കണക്കിൽ LDF 21 സീറ്റുകളും UDF 30 സീറ്റുകളും BJP സഖ്യം 2 സീറ്റും നേടും എന്ന് വിലയിരുത്തുന്നു. മറ്റു ജില്ലകളിലെ സർവേ ഫലങ്ങൾ അറിയാൻ ഞങ്ങളുടെ ചാനൽ സന്ദർശിക്കൂ. അടുത്ത വീഡിയോയിൽ ഞങ്ങൾ എറണാകുളം ജില്ലയിലെ സർവേ ഫലങ്ങൾ ആണ് പുറത്തുവിടുന്നത്. ഇതുപോലുള്ള സർവേ ഫലം അറിയാൻ ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ. ഞങ്ങളുടെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യൂ. നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്യുക. ഇഷ്ടപ്പെട്ടില്ല എങ്കിൽ ഡിസ്ലൈക്ക് ചെയ്യൂ. നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തൂ. വളരെ നന്ദി.